Good morning, students. Today we are going to deal with the third module of ESDM, which is environmental pollution. Okay, the previous two modules were in the Kerno. First one about natural resources, and the second one was about ecosystems. Okay, that two modules were over. So we are moving towards the third module of ESDM, that is environmental pollution. So, എന്താണ് environmental pollution? എല്ലാവർക്കും അറിയാലോ എന്താണ് പൊല്യൂഷൻ എന്നുള്ളത്. നമ്മുടെ ചുറ്റുപാടും എങ്ങനെയെങ്കിലുമൊക്കെ മലിനപ്പെടും അല്ലേ? എങ്ങനെയായിരിക്കും അത്? നമ്മുടെ ചുറ്റുപാടുള്ള എയർ, വാട്ടർ, അതുപോലെ സോയിൽ ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്യപ്പെടും. എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ വരുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് കണ്ടാമിനേറ്റഡ്. ഓക്കെ, സോ അങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാവുന്നത്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഒരു എയർ പൊല്യൂഷൻ ആയിരിക്കാം, വാട്ടർ പൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷൻ, പിന്നെ എന്തൊക്കെയാണ് നോയിസ് പൊല്യൂഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഉണ്ടാവും അല്ലേ? സോ നമുക്ക് ഈ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? How this pollution can happen, or what are the causes of the pollution? എന്താണ് ഈ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? ആൻഡ് അങ്ങനെ അത് ഐഡന്റിഫൈ ദ കോസസ് ഓഫ് പൊല്യൂഷൻ ആൻഡ് ഓൾസോ ഹൗ ടു റെഡ്യൂസ് ദ പൊല്യൂഷൻ. നമുക്ക് എങ്ങനെയൊക്കെ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ പൊല്യൂഷൻസ് ആർ കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലേ? നമ്മുടെ ആക്ടിവിറ്റീസ് കാരണമാണ് നമ്മുടെ ചുറ്റുപാടും മലിനപ്പെടുന്നത് അല്ലെങ്കിൽ പൊല്യൂഷൻ സംഭവിക്കുന്നത്. സോ ഹൗ ടു റെഡ്യൂസ് ദ പൊല്യൂഷൻ? ഏത് പൊല്യൂഷൻ ആയാലും അതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഹൗ ടു കൺട്രോൾ ദ പൊല്യൂഷൻ, കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? സോ അതൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് പൊല്യൂഷൻ? സോ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? പൊല്യൂഷൻ റെഫേഴ്സ് ടു എനി അൺഡിസൈറബിൾ ചേഞ്ച്, എന്തെങ്കിലും ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച്, അതായത് നമുക്ക് ഡിസൈറബിൾ അല്ലാത്ത ഒരു ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അവർ എൻവയോൺമെന്റ്. നമ്മുടെ പരിസ്ഥിതിയുടെ ഫിസിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും അൺഡിസൈറബിൾ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എയറിലായിരിക്കാം, ഓർ വാട്ടർ, ഓർ ഇറ്റ് മേ ബി സോയിൽ. ഓക്കെ, ദാറ്റ് മേ ഓർ വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ഹ്യൂമൻസ്. അത് ചിലപ്പോൾ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാം ഹ്യൂമൻസിനെ, ഓർ അതർ സ്പീഷീസ്. ഹ്യൂമൻസിനെ മാത്രമല്ല, മേ ബി അതർ സ്പീഷീസ് ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് ഓഫ് അവർ ബയോസ്ഫിയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. സോ എന്താണ് ഒരു പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ആൻ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അവർ എൻവയോൺമെന്റ്, ആൻഡ് ഇറ്റ് മേ ബി അഡ്വേഴ്സ്ലി എഫക്ട് ഹ്യൂമൻസ് ആസ് വെൽ ആസ് അതർ സ്പീഷീസ് ഓർ ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് ഓഫ് അവർ ബയോസ്ഫിയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഡയറക്ട്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ നമ്മുടെ ഹ്യൂമൻസിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ സ്പീഷീസിനെയൊക്കെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒരു ചേഞ്ച് നമ്മുടെ എൻവയോൺമെന്റിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബൈ ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് പൊല്യൂഷൻ എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ഡിഫൈൻ ചെയ്യണം. നമുക്ക് എക്സാമിന് അങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, സോ അത് ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. സോ ബൈ ഡെഫിനിഷൻ ഇങ്ങനെയാണ് നമ്മൾ പൊല്യൂഷനെ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? പൊല്യൂഷൻ ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കണ്ടാമിനൻസ് into a natural environment that causes instability, disorder, harm or discomfort to the ecosystem. എന്താണ്? നമുക്ക് ഇങ്ങനെയും പറയാം. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കണ്ടാമിനൻസ്. കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കണ്ടാമിനൻസ് ഇൻ ടു നാച്ചുറൽ എൻവയോൺമെന്റ്. നമ്മുടെ നാച്ചുറൽ എൻവയോൺമെന്റിലേക്ക് എന്തെങ്കിലും കണ്ടാമിനൻസ് വരിക. ഓക്കെ, ഇറ്റ് വിൽ കോസ്, എന്തൊക്കെ കോസ് ചെയ്യും? ഇൻസ്റ്റെബിലിറ്റി, ഡിസോർഡർ ഓർ ഹാം ഓർ ഡിസ്കംഫർട്ട്. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആയിരിക്കും, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാമിനൻസ് വരുമ്പോൾ അത് ആ എക്കോസിസ്റ്റത്തിന് എന്തൊക്കെ സംഭവിക്കും? ഡിസോർഡർ, ഇൻസ്റ്റെബിലിറ്റി, ഹാം ആൻഡ് ഡിസ്കംഫർട്ട് ഒക്കെ സംഭവിക്കും. ഓക്കെ, എന്തിനൊക്കെ? എക്കോസിസ്റ്റം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഫിസിക്കൽ ആയിരിക്കാം, ഓർ എന്താണ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടാവും ഒരു എക്കോസിസ്റ്റത്തിന്. സോ ഒരു എക്കോസിസ്റ്റത്തിന്റെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിന് എന്തെങ്കിലും ഇൻസ്റ്റെബിലിറ്റി, ഡിസോർഡർ, ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കണ്ടാമിനന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഒരു എൻവയോൺമെന്റിൽ വരികയാണെങ്കിൽ, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് രീതിയിൽ പൊല്യൂഷനെ ഡിഫൈൻ ചെയ്യാണ്. മനസ്സിലായോ? ഇനി
വൈ ഡസ് പൊല്യൂഷൻ മാറ്റർ? എന്തുകൊണ്ടാണ് പൊല്യൂഷൻ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, പൊല്യൂഷൻ ഒരു നല്ല കാര്യമൊന്നുമല്ല അല്ലെ? എന്തുകൊണ്ടാണ് പൊല്യൂഷൻ ഒരു പ്രശ്നമായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ്? ഇറ്റ് മാറ്റേഴ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓൺ ക്രൂഷ്യൽ എൻവയോൺമെന്റൽ സർവീസസ്. എന്താണ് അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണുള്ളത്? നമ്മുടെ എൻവയോൺമെന്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. സച്ചാസ് എന്തൊക്കെയാ അത്? പ്രൊവിഷൻ ഓഫ് ക്ലീൻ എയർ ആൻഡ് ക്ലീൻ വാട്ടർ. എന്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ലീൻ എയർ ആൻഡ് ക്ലീൻ വാട്ടർ ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുകയാണ് പൊല്യൂഷൻ കാരണം അല്ലെ? വിത്തൗട്ട് വിച്ച് ലൈഫ് ഓൺ എർത്ത് ആസ് വി നോ ഇറ്റ് വുഡ് നോട്ട് എക്സിസ്റ്റ്. എന്താണ് വിത്തൗട്ട് ക്ലീൻ എയർ ആൻഡ് ക്ലീൻ വാട്ടർ ലൈഫ് ഓൺ എർത്ത് സാധ്യമല്ല അല്ലെ? സോ നമുക്ക് നമ്മുടെ ലൈഫിന് ഇമ്പോർട്ടൻ്റ്, നമ്മുടെ മാത്രമല്ല, ഫോർ ദ ആനിമൽസ്, അതർ സ്പീഷീസ്, എല്ലാവരുടെയും ലൈഫിന് an important factor is clean air and clean water അല്ലെ? സോ when these clean air and clean water get contaminated, എന്താണ് നമ്മുടെ ലൈഫ് തന്നെ അപകടത്തിലാവും. സോ അതുകൊണ്ടാണ് പൊല്യൂഷൻ ഇറ്റ് വിൽ ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ അവർ എൻവയോൺമെന്റ് അല്ലേ? സോ എന്തുകൊണ്ടാണ് പൊല്യൂഷൻ ഇത്രയും പ്രശ്നമായിട്ട് മാറുന്നത്? ഇറ്റ് കോസ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ അവർ എൻവയോൺമെന്റ്. ഓക്കെ, ഇനി എന്താണ് ഒരു പൊല്യൂട്ടന്റ്? എ സബ്സ്റ്റൻസ് ഹൂസ് ഇൻട്രൊഡക്ഷൻ ഇൻ ടു എ റിസോഴ്സ് ഡാമേജ് ദ ലാറ്റേഴ്സ് യൂസ്ഫുൾനെസ് ഈസ് കാൾഡ് എ പൊല്യൂട്ടന്റ്. അതായത് ഈ ഒരു സബ്സ്റ്റൻസ് ആണ്, അത് കാരണമാണ് പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ഇപ്പോൾ എയർ പൊല്യൂഷൻ ആണെന്ന് വിചാരിക്കും, അതായത് വായു മലിനീകരണം. എന്താണ് നമ്മുടെ ചുറ്റുമുള്ള എയർ പൊല്യൂട്ട് ആവും. എന്തുകൊണ്ട്? ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഒക്കെ കൂടുതൽ അളവിൽ വരികയാണ്. അല്ലെങ്കിൽ പോട്ടെ, സ്മോക്ക്, പുക, വണ്ടികളിൽ നിന്നൊക്കെയുള്ള പുകയുണ്ട്, സ്മോക്ക്, അതൊക്കെ കൂടുതൽ അളവിൽ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ, അതൊക്കെ ഒരു പൊല്യൂഷൻ കോസ് ചെയ്യും. അപ്പോൾ ആ ഒരു സ്മോക്കിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു പൊല്യൂട്ടന്റ്. എന്താണ്? ഇൻട്രഡക്ഷൻ ഓഫ് ഇൻ ടു എ റിസോഴ്സ്, അതായത് ആ സ്മോക്ക് എന്ന് പറഞ്ഞ ആ സബ്സ്റ്റൻസ് നമ്മുടെ എയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയപ്പോൾ എന്താണ് അതിൻ്റെ യൂസ്ഫുൾനെസ് ഇല്ലാണ്ടായി അല്ലേ? സോ അങ്ങനെ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പൊല്യൂട്ടന്റ്. ദ സബ്സ്റ്റൻസ് വിച്ച് കോസസ് പൊല്യൂഷൻ, അങ്ങനെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് കോൾഡ് പൊല്യൂട്ടന്റ്. ഓക്കെ, പൊല്യൂട്ടന്റിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡീഗ്രേഡബിൾ അല്ലെങ്കിൽ നോൺ പെർസിസ്റ്റന്റ് പൊല്യൂട്ടന്റ്, second one slowly degradable or persistent pollutant, and the third one is non-degradable pollutant. Okay, as the name indicate, ഓരോന്നും നമുക്ക് ആ പേര് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഡീഗ്രേഡബിൾ അല്ലെങ്കിൽ നോൺ പെർസിസ്റ്റന്റ് പൊല്യൂട്ടൻ. ഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും, ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് ക്യാൻ ബി റാപ്പിഡ്ലി ബ്രോക്കൺ ഡൗൺ ബൈ നാച്ചുറൽ പ്രോസസ്. നമുക്കത് പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, നോൺ പെർസിസ്റ്റന്റ്, പെർസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കില്ല, അത് നോൺ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പൊല്യൂട്ടന്റ് ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഡിസ്കാർഡഡ് വെജിറ്റബിൾസ്, അതായത് ഈ ചീഞ്ഞ പച്ചക്കറികളൊക്കെ, അതൊക്കെ ആക്ച്വലി പൊല്യൂട്ടന്റ് ആണ്, അതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ഉണ്ട് അല്ലേ? സോ അതൊക്കെ ഒരു പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജൻസ് ആണ്. പക്ഷെ അതൊക്കെ എന്താ? ഡീഗ്രേഡബിൾ ആണ്, പെട്ടെന്ന് മണ്ണിൽ എന്താണ് ലയിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പെട്ടെന്ന് നമുക്കത് നാച്ചുറൽ പ്രോസസ്സ് വഴി ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെയാണ് എന്ത്? ഡീഗ്രേഡബിൾ അല്ലെങ്കിൽ നോൺ പെർസിസ്റ്റന്റ് പൊല്യൂട്ടൻ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ സ്ലോലി ഡീഗ്രേഡബിൾ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് പൊല്യൂട്ടൻ. എന്താണ് സ്ലോലി ഡീഗ്രേഡബിൾ എന്ന് വെച്ചാൽ? പൊല്യൂട്ടൻസ് ദാറ്റ് റിമൈൻ ഇൻ ദ എൻവയോൺമെന്റ് ഫോർ മെനി ഇയേഴ്സ് ഇൻ ആൻ അൺചേഞ്ച്ഡ് കണ്ടീഷൻ ആൻഡ് ടേക്ക് decades or longer to degrade. എന്താണ്? കുറേ കാലം ഒരു ചേഞ്ചും ഇല്ലാണ്ട് അത് എൻവയോൺമെന്റിൽ കിടക്കും, പിന്നെ കാലങ്ങൾക്ക് ശേഷം ഓക്കെ ആഫ്റ്റർ എ ലോങ് ഡീക്കേഡ്സ് അത് ഡീഗ്രേഡ് ചെയ്ത് പോകും. അങ്ങനത്തെ പൊല്യൂട്ടൻസ് ആണ് എന്ത്? സ്ലോലി ഡീഗ്രേഡബിൾ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് പൊല്യൂട്ടൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ, അതിന് എക്സാമ്പിൾ എന്താണ്? സെക്കൻഡ് വണ്ണിൽ എക്സാമ്പിൾ എന്താണ്? DDT ആൻഡ് മോസ്റ്റ് പ്ലാസ്റ്റിക്കുകളൊക്കെ അങ്ങനെ, പ്ലാസ്റ്റിക് ഒക്കെ മണ്ണിൽ കുറേ കാലം ഇങ്ങനെ കിടക്കും അല്ലെ? അത് കഴിഞ്ഞാണ് അത് എന്ത് ചെയ്യുന്നത്? ഡീഗ്രേഡ് ചെയ്യുന്നത് കാലങ്ങൾക്ക് ശേഷം അല്ലേ? പെട്ടെന്ന് 1-2 വർഷം കൊണ്ടൊന്നും അത് ഡീഗ്രേഡ് ഇല്ല, കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് ഡീഗ്രേഡ് ചെയ്യുള്ളൂ. അതാണ് സ്ലോലി ഡീഗ്രേഡബിൾ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റിക്, DDT മുതലായവ. ഓക്കെ, ഇനി തേർഡ് വൺ ഈസ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ. എന്താണ്? ഇറ്റ് കനോട്ട് ബി ഡീഗ്രേഡഡ് ബൈ നാച്ചുറൽ പ്രോസസ്. നാച്ചുറൽ പ്രോസസ്സ് വഴി അത് നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, once they are released into the environment they are difficult to eradicate and continue to accumulate. ഒരു തവണ അത് എൻവയോൺമെന്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എന്താ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു അക്യുമുലേറ്റ്, അത് ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും, അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അതാണ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻറ്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് ലൈക്ക് ലെഡ്, മെർക്കുറി, അങ്ങനത്തെയൊക്കെ എലമെന്റ്സ്. അതാണ് ഇതിന് എക്സാമ്പിൾ. സോ പൊല്യൂട്ടൻസ് 3 രീതിയിൽ: ഡീഗ്രേഡബിൾ, സ്ലോലി ഡീഗ്രേഡബിൾ ആൻഡ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എൻവയോൺമെന്റൽ പൊല്യൂഷനെ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, മറൈൻ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ആൻഡ് പൊല്യൂഷൻ ഡ്യൂ ടു ഓയിൽ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളൊക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. എന്താണ് എയർ പൊല്യൂഷൻ, അതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻസിന് അല്ലെങ്കിൽ പ്ലാന്റിനൊക്കെ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്, ആൻഡ് ഹൗ വി ക്യാൻ കൺട്രോൾ എയർ പൊല്യൂഷൻ, എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് അതർ, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ വാട്ടർ പൊല്യൂഷൻ, ഓരോ പൊല്യൂഷൻ്റെയും ഹൗ ഇറ്റ് ക്യാൻ ഹാപ്പൻ ആൻഡ് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദാറ്റ് പൊല്യൂഷൻ ആൻഡ് ഫൈനലി ഹൗ ടു കൺട്രോൾ ദാറ്റ് വൺ. ഓക്കെ, അതാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. First one, air pollution. What is air pollution? Okay, by definition, we can say that air pollution is a release into the atmosphere of any substance, example chemicals or airborne particles, which are harmful both to human and animals' health, as well as health of the wider environment. ഓക്കെ, എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, അത് കെമിക്കൽസ് ആയിരിക്കാം, എയർബോൺ പാർട്ടിക്കിൾസ് ആയിരിക്കാം, അങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ ഇറ്റ് വിൽ അഫക്റ്റ് ഹ്യൂമൻ, ആനിമൽസ് ആസ് വെൽ ആസ് ദ ഹെൽത്ത് ഓഫ് അതർ വൈഡർ എൻവയോൺമെൻറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അറ്റ്മോസ്ഫിയറിലേക്കുള്ള റിലീസാണ്. ഓക്കെ, അതാണ് എയർ പൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ദ എയർ ആക്ട് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അമെൻമെന്റ് 1987 പ്രകാരം എന്താണ് എയർ പൊല്യൂഷൻ അവർ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, എയർ പൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എയർ പൊല്യൂഷൻ മീൻസ് എനി സോളിഡ്, ലിക്വിഡ് ഓർ gaseous substances present in atmosphere in such concentrations that may tend to be injurious to human beings or other living creatures or plants or property or enjoyment. എന്താണ്, അതൊരു സോളിഡോ ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാഷ്യസോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കാം. അത് എന്ത് കോൺസെൻട്രേഷനിലാണ്, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സച്ച് കോൺസെൻട്രേഷൻ ദാറ്റ് മേ ടെൻ ടു ബി ഇൻജൂരിയസ് ടു ആർക്കൊക്കെ, ഹ്യൂമൻ ബീയിങ്സിന്, അതുപോലെ വേറെ ലിവിങ് ക്രീച്ചേഴ്സിന്, പ്ലാന്റ്സിന്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിക്ക് ഡാമേജ്. നമ്മുടെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് മാത്രമാവണമെന്നില്ല, എന്തെങ്കിലും പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ എൻജോയ്മെന്റിനൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുന്ന അത്രയും കോൺസെൻട്രേഷനിൽ ആ സബ്സ്റ്റൻസ് പ്രസന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം കാർബൺ മോണോക്സൈഡ് ഒക്കെ ചെറിയ എമൗണ്ടിൽ ഉണ്ടാവും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, പക്ഷേ ഇറ്റ് ഷുഡ് ബി പ്രസന്റ് ഇൻ സച്ച് കോൺസെൻട്രേഷൻ വിച്ച് ഈസ് ഹാംഫുൾ ടു ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ അതർ ലിവിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിന്. ഓക്കെ, അത്രയും ഉള്ള കോൺസെൻട്രേഷനിൽ അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അത് ഒരു പൊല്യൂഷൻ നമ്മൾ പറയുള്ളൂ. ഓക്കെ, എല്ലാ പൊല്യൂട്ടൻസും അല്ലെങ്കിൽ കണ്ടാമിനൻസും ഒക്കെ സ്മോൾ കോൺസെൻട്രേഷനിൽ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും, പക്ഷെ അത് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ആണെങ്കിൽ മാത്രമേ അതെന്ത് പൊല്യൂഷൻ കോസ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം. ദ എയർ ആക്ട് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അമെൻമെന്റ് 1987 പ്രകാരം എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ it is any solid, liquid or gaseous substance present in atmosphere in such concentration that may tend to be injurious to human beings or other living creatures or plants or property or enjoyment. Okay, ഇനി നമുക്ക് നോക്കാനുള്ളത് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. എന്താണ് എയർ പൊല്യൂഷന്റെ സോഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഓക്സൈഡ്സ് ഓഫ് കാർബൺ. കാർബണിന്റെ ഓക്സൈഡ്സ്, അത് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ കാർബൺ മോണോ ഓക്സൈഡ് ആയിരിക്കാം, CO2 ആൻഡ് CO. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്, അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? യൂസ് ഓഫ് കോൾ ആൻഡ് ഓയിൽ ഫോർ എനർജി പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ആൻഡ് ട്രാൻസ്പോർട്ട്. എന്താണ്, ഈ കോളും ഒക്കെ നമ്മൾ എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേണിംഗ് ഒക്കെ കാരണം അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന എന്താണ് ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ. സോ അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാം. അല്ലെങ്കിൽ ബയോമാസിൻ്റെ ബേണിങ്,
അതായത് ഫോറസ്റ്റ് അതുപോലെയുള്ള ഗ്രാസ് ലാൻഡ്സ് ഒക്കെ നമ്മൾ അഗ്രികൾച്ചറൽ യൂസിനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ വേണ്ടി ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താണ് ഒരു ഇത് കത്തിക്കുമ്പോൾ എന്താ അവിടെ നിന്ന് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. സോ അതിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള ഓക്സൈഡ്സ് ഓഫ് കാർബൺ can be released and it will cause air pollution. Okay, so first one is oxides of carbon. ഇനി second one is oxides of sulfur. സൾഫറിന്റെ ഓക്സൈഡ്സ് അത് SO2 സൾഫർ ഡയോക്സൈഡ് ആവാം അല്ലെങ്കിൽ സൾഫർ ട്രയോക്സൈഡ് SO3 ആവാം SO2 ആവാം. അതിന്റെ സോഴ്സ് എന്തൊക്കെയാണ്? ബേണിംഗ് ഓഫ് കോൾ കണ്ടെയ്നിങ് സൾഫർ. അതായത് സൾഫർ പ്രസന്റ് ആയിട്ടുള്ള കോള് അത് ബേൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവാം? സൾഫർ ഡയോക്സൈഡോ അല്ലെങ്കിൽ സൾഫർ ട്രയോക്സൈഡോ ഒക്കെ പുറത്തു പോവാം. ഓക്കെ, അതുപോലെ നമ്മൾ കോപ്പർ അയൺ പോലുള്ള മെറ്റൽസ് ഒക്കെ മെറ്റൽ എക്സ്ട്രാക്ഷൻ വഴിയല്ലേ ഈ മെറ്റലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറ്റലൊക്കെ നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. സോ നമ്മൾ ഈ കോപ്പറിന്റെ അയേണിന്റെ ഒക്കെ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓറുകൾ ഉണ്ടാവും. അതായത് കോപ്പർ സൾഫൈഡ് അയൺ സൾഫൈഡ് എന്നൊക്കെ പറഞ്ഞ ഓറുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഓറുകൾ നമ്മൾ എന്ത് ചെയ്യും? വിൽ സ്മെൽറ്റ് ദാറ്റ് വൺ. എന്താണ്? സ്മെൽറ്റ് ചെയ്തിട്ടാണ് ഈ കോപ്പറും അയണൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ സ്മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോപ്പറിന്റെ കൂടെയുള്ള സൾഫർ എന്ത് ചെയ്യും? ആ ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് സൾഫർ ഡൈ ഓക്സൈഡോ സൾഫർ ട്രയോക്സൈഡോ ഒക്കെ ആയിട്ട് മാറും. സോ എന്താണ്? സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓർ ഓഫ് കോപ്പർ ആൻഡ് അയൺ അത് നമ്മൾ സ്മെൽറ്റ് ചെയ്യുമ്പോൾ it will cause the release of sulfur dioxide, sulfur trioxide, etc. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന്റെ ഒക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഉണ്ടാവാം. അതുപോലെ മുനിസിപ്പൽ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് തന്നെയാണ്. ഈ വേസ്റ്റ് ഒക്കെ ഇൻസിനറേറ്റ് ചെയ്യില്ലേ, മുനിസിപ്പൽ വേസ്റ്റ് ഒക്കെ ഇൻസിനറേറ്റ് ചെയ്യും. അതൊക്കെ അതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ സൾഫറിന്റെ ഓക്സൈഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് വിൽ ഓൾസോ കോസ് എയർ പൊല്യൂഷൻ. എന്താണ്? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. സോ ഫസ്റ്റ് വേണത് ഓക്സൈഡ്സ് ഓഫ് കാർബൺ, പിന്നെ സെക്കൻഡ് വൺ ഓക്സൈഡ്സ് ഓഫ് സൾഫർ. ഇനി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രജന്റെ ഓക്സൈഡ്സ് ഏതൊക്കെയാണ്? N2O ആവാം, NO ആവാം, NO2, നൈട്രജൻ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ അതിന്റെയൊക്കെ സോഴ്സ് എന്താണ്? മെയിൻ ആയിട്ട് യൂസ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ഫോർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. നമ്മൾ എന്താണ് നമ്മുടെ വെഹിക്കിൾസിൽ പെട്രോളോ ഡീസലോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ വെഹിക്കിളൊക്കെ ഓടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ഈ എമിഷൻ ഓഫ് ദീസ് നൈട്രജൻ്റെ ഓക്സൈഡ്സിൻ്റെ എമിഷൻ സംഭവിക്കാം. അതുപോലെ ബേണിംഗ് ഓഫ് ഫ്യൂവൽ അറ്റ് സ്റ്റേഷനറി സോഴ്സസ്. ഇത് നമ്മൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഒക്കെ പറഞ്ഞാൽ എന്താ ഒരു മൂവിങ് ആയിട്ടുള്ള സോഴ്സ് ആണ്. പക്ഷേ സ്റ്റേഷനറി ഒരു സ്ഥലത്ത് ഒരു ഇൻഡസ്ട്രി ഒക്കെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഫ്യൂവലൊക്കെ ബേൺ ചെയ്യുമ്പോഴും ഈ നൈട്രജൻ്റെ ഓക്സൈഡ്സ് എന്താണ് എമിറ്റ് ചെയ്യാം. പിന്നെ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ്, അതായത് വെൻ വി ആർ യൂസിങ് ദ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ നൈട്രജൻ, നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഓൾസോ കോസ് എന്ത് സംഭവിക്കാം? അതിലുള്ള നൈട്രജൻ വിൽ കമ്പൈൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം എന്താണ്? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്കെ, പിന്നെ ബേണിംഗ് ഓഫ് ബയോമാസ്, അതും എന്താണ്? ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ ഒരു സോഴ്സ് ആണ്. ഓക്കെ, ഇനി മീതെയിൻ ആൻഡ് അതർ ഹൈഡ്രോ കാർബൺസ്. എങ്ങനെയാണ് മീതെയിനും അതുപോലെയുള്ള ഹൈഡ്രോ കാർബൺസ് ഒക്കെ ഈ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ വരുന്നത്? ഇപ്പോൾ ഇതൊക്കെ ഒരു സ്മോൾ എമൗണ്ടിൽ പ്രസന്റ് ആയിരിക്കും, പക്ഷെ അതൊരു ലാർജ് എമൗണ്ടിൽ വരുമ്പോഴാണ് അതൊരു പൊല്യൂട്ടൻ്റ് അല്ലെങ്കിൽ കണ്ടാമിനൻ്റ് എന്നുള്ള ലെവലിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, റൈസ് കൾട്ടിവേഷൻ, breeding of domestic animals, methane and burning of forest and grasslands, municipal land ഫില്ലുകൾ, മൈക്രോബിയൽ ആക്ടിവിറ്റി ഓഫ് സീവേജ്, ഇതൊക്കെ കാരണം എന്ത് സംഭവിക്കാം? ഈ ഹൈഡ്രോ കാർബൺസോ അല്ലെങ്കിൽ മീഥൈനൊക്കെ എന്താണ് പുറത്തേക്ക് വരാം. അങ്ങനെ അത് എയറിനെ പൊല്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ മുനിസിപ്പൽ ലാൻഡ് ഫിൽ എന്നൊക്കെ പറഞ്ഞാൽ ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, അതായത് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. അതാണ് മുനിസിപ്പൽ ലാൻഡ് ഫിൽ. അതുപോലെ മൈക്രോബിയൽ ആക്ടിവിറ്റി ഓഫ് സീവേജ് എന്ന് പറഞ്ഞാൽ സീവേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ ടോയ്ലറ്റ് വേസ്റ്റിനെയാണ് നമ്മൾ സീവേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ നടക്കുന്ന മൈക്രോബിയൽ ആക്ടിവിറ്റീസ് ഒക്കെ കാരണം ഈ മീതെയിനും ഹൈഡ്രോ കാർബൺസും ഒക്കെ, അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്കിലൊക്കെ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കാരണം ഈ മീതെയിനും ഹൈഡ്രോ കാർബൺസും ഒക്കെ എന്ത് ചെയ്യാം? പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യപ്പെടാം. ഓക്കെ, അങ്ങനെ എയർ പൊല്യൂഷൻ സംഭവിക്കാം. ഇനി ഫിഫ്ത്ത് റീസൺ എന്താണ്? സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ. സസ്പെൻഡഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ ഗ്യാഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് പറഞ്ഞത് അല്ലേ? എന്തൊക്കെയാണ്? ഓക്സൈഡ്സ് ഓഫ് കാർബൺ പറഞ്ഞു, സൾഫർ, ഓക്സിജൻ, അങ്ങനെ പറഞ്ഞു. ഇനി നമുക്ക് സസ്പെൻഡഡ് ആയിട്ടുള്ള പെർട്ടിക്കുലേറ്റ് മാറ്റർ, SPM എന്ന് ഷോർട്ടായിട്ട് നമ്മൾ അതിനെ പറയും. അതിന്റെ സോഴ്സ് എന്തൊക്കെയാണ്? ഫോർമേഷൻ ഓഫ് സൂട്ട്, സ്മോക്ക് ഓർ ബേണിംഗ് ഓഫ് കോള്. അത് പുകയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് എന്നായാലും എന്തൊക്കെയാണ്? ഡസ്റ്റ് ഉണ്ടാവാം, അതുപോലെ സ്മോക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, അതൊക്കെ എന്താ? ഇറ്റ് വിൽ കോസ് എയർ പൊല്യൂഷൻ.
അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് എന്തൊക്കെ ഈ പൊടികളും അങ്ങനത്തെയൊക്കെ വരാമല്ലോ അറ്റ്മോസ്ഫിയറിലേക്ക്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കൂടുതലുണ്ടാവും. സിമെൻറ്റ്, നമ്മൾ കോൺക്രീറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റ് പോയാൽ തന്നെ എന്താണ്, ഇറ്റ് വിൽ അവിടെയുള്ള കൂടുതൽ എന്താണ് ഓരോ ആക്ടിവിറ്റീസും എന്താ, ഇറ്റ് വിൽ കോസ് എയർ പൊല്യൂഷൻ. ഓക്കെ. അതുപോലെ സ്റ്റോൺ ക്രഷിങ്, സോറി അത് സ്റ്റോൺ എന്നാണ് കേട്ടോ. സ്റ്റോൺ ക്രഷിങ് എന്താണ്, കല്ലൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ക്വാറികൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാലും വി ക്യാൻ ഓൾസോ സീ ദ എയർ പൊല്യൂഷൻ അല്ലേ. അതിൻ്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ പാറി നടക്കുന്നുണ്ടാവും അല്ലേ. സോ ഇറ്റ് വിൽ ഓൾസോ കോസ് എന്താണ്, സ്റ്റോൺ ക്രഷിങ് ഓൾസോ കോസ് എയർ പൊല്യൂഷൻ. ഓക്കെ. അതൊക്കെ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്ററിൽ ആ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ സിക്സ്ത് വൺ ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആൻഡ് ക്ലോറോ കോമ്പൗണ്ട്സ്. നമുക്കറിയാം CFC ഒക്കെ എങ്ങനെയാണ് റെഫ്രിജറേറ്റേഴ്സ് നിന്നും ഒക്കെയാണ് എമിറ്റ് ചെയ്യുന്നത്. എയറോസോൾ സ്പ്രേസ് നിന്ന് റെഫ്രിജറേറ്റർ നിന്നൊക്കെയാണ് CFC ഒക്കെ എമിറ്റ് ചെയ്യുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് ഫോർ മേക്കിംഗ് ഡിസ്പോസിബിൾ ഫാസ്റ്റ് ഫുഡ് കണ്ടെയ്നേഴ്സ് ഒക്കെ എന്താണ്, നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് കിട്ടുക. ഓക്കെ. അതിൽ നിന്നൊക്കെ എന്താണ് ഈ CFC ഒക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ സെവൻത്ത് വൺ എന്താണ്, ഫോട്ടോ കെമിക്കൽ ഓക്സിഡൻസ്, ഓസോൺ അല്ലെങ്കിൽ പാൻ ഒക്കെ പോലുള്ള ഫോട്ടോ കെമിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ്. ഓക്കെ. ഓസോൺ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ, O3. പിന്നെ പാൻ എന്ന് പറഞ്ഞാൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്. ഓക്കെ. പാൻ എന്തിന്റെ ഷോർട്ട് ഫോം ആണ്, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്. ഓക്കെ. പെറോക്സി അസറ്റൈൽ നൈട്രേറ്റിന്റെ ഷോർട്ട് ഫോം ആണ് പാൻ. ഈ പാൻ എന്ന് പറയുന്നത് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നൊക്കെ പറഞ്ഞ കുറെ സബ്സ്റ്റൻസസ് അല്ല, അതൊക്കെ കണ്ടാമിനൻസ് ആണ്. അതൊക്കെ ഒരു സെക്കൻഡറി കണ്ടാമിനന്റ് ആണ് വിച്ച് വിൽ കോസ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി കണ്ടാമിനന്റ് ആണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ആ ഫോട്ടോ കെമിക്കൽ സ്മോഗിലൊക്കെ, സ്മോഗ് എന്ന് പറയുന്നത് സ്മോക്ക് പ്ലസ് ഫോഗ് ആണ്. ഓക്കെ. സ്മോഗ്, SMOG, സ്മോഗ് എന്ന് പറഞ്ഞാൽ സ്മോക്ക് പ്ലസ് ഫോഗ്, അങ്ങനെയാണ് സ്മോഗ് എന്ന് വന്നത്. ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടാമിനന്റ് ആണ് പാൻ, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്. സോ അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഉണ്ടാവുന്നതാണ്. അതുപോലെ ഈ സ്മോക്കും ഫോഗും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ സ്മോഗ് ഉണ്ടാകുന്ന പോലെ ഓരോ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് ഇതുപോലുള്ള ഓസോണും പാനൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുന്നത്. ഓക്കെ. റിയാക്ഷൻസ് ഓഫ് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രോകാർബൺസ് വിത്ത് ഓക്സിജൻ. എന്താണ്, നൈട്രജൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോകാർബൺസും ഒക്കെ ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒക്കെ എന്താണ്, ഇങ്ങനത്തെ ഫോട്ടോ കെമിക്കൽ ആയിട്ടുള്ള ഓക്സിഡൻസ് ഉണ്ടാവും. സോ അങ്ങനെയാണ് ഈ ഫോട്ടോ കെമിക്കൽ ഓക്സിഡൻസ് എന്നൊക്കെ പറഞ്ഞ എയർ പൊല്യൂട്ടൻസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ, എങ്ങനെയാണ് എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് ഈ സബ്സ്റ്റൻസസ് ഒക്കെയാണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെയൊക്കെ സോഴ്സുകളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, മെയിൻ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ മെയിൻ സോഴ്സസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം, ഇൻഡസ്ട്രീസ്, പെട്രോളിയം ഇൻഡസ്ട്രീസ്, മൈനിങ് ഇൻഡസ്ട്രീസ്, പവർ പ്ലാന്റ്, ഓട്ടോമൊബൈൽസ്, അഗ്രോ കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് എന്താ എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്. ഓക്കെ. അത് നമ്മളിപ്പോൾ ജനറലി കുറേ സോഴ്സ് പറഞ്ഞു, അതൊക്കെ മെയിൻ ആയിട്ട് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞില്ല, അതൊന്നും നമ്മൾ കൺക്ലൂഡ് ചെയ്തതാണ് എന്താണ് മെയിൻ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ആയിട്ട്. ഒക്കെ ഇൻഡസ്ട്രികളാണ്, പെട്രോളിയം ഇൻഡസ്ട്രി, മൈനിങ് ഇൻഡസ്ട്രി, അഗ്രോ കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രി. ഓക്കെ. നൗ വി ക്യാൻ ഡിവൈഡ് ദ പൊല്യൂഷൻ സോഴ്സസ് ഇൻറ്റു ടു. നമുക്ക് പൊല്യൂഷൻ്റെ സോഴ്സസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്റ്റേഷനറി ഓർ മൊബൈൽ സോഴ്സ്. ഓക്കെ. സോ വാട്ട് ആർ സ്റ്റേഷനറി സോഴ്സസ്? സ്റ്റേഷനറി സോഴ്സ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, അതുപോലെ പവർ പ്ലാന്റ്സ് ഒക്കെ, അതൊക്കെ എന്താ, അതൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു അല്ലേ. പൊല്യൂഷൻ ഡ്യൂ ടു സ്റ്റേഷനറി സോഴ്സസ് ഡിപ്പെൻഡ് ഓൺ ദ ലൊക്കേഷൻ, എമിഷൻ ലെവൽ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് എമിഷൻ ഫ്രം ദ സോഴ്സ്. ഓക്കെ. സോ സ്റ്റേഷനറി സോഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഈ പവർ പ്ലാന്റുകൾ അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ പോലുള്ളതാണ് സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന. ഓക്കെ. വെഹിക്കിളൊക്കെ എന്ന് പറഞ്ഞാൽ മൂവിങ് ആണ്, പക്ഷെ ഇതല്ല. പവർ പ്ലാന്റ്, മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ പോലെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന, അതിൽ നിന്ന് വരുന്ന എമിഷൻസ്
വിച്ച് കോസസ് എയർ പൊല്യൂഷൻ. അതാണ് സ്റ്റേഷനറി സോഴ്സസ്. ഓക്കെ, ഇങ്ങനെ സ്റ്റേഷനറി സോഴ്സസ് എന്നുള്ള പൊല്യൂഷൻ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ എന്തൊക്കെയാണ്, ആ ലൊക്കേഷൻ, ആ സോഴ്സിന്റെ ലൊക്കേഷൻ, അതുപോലെ എമിഷൻ ലെവൽ എത്രത്തോളം എമിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് എമിഷൻ ഫ്രം ദ സോഴ്സ്. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ ഈ പൊല്യൂഷൻ ഫ്രം സ്റ്റേഷനറി സോഴ്സ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ. ഓക്കെ, hence it is possible to install and control a stationary source according to the required air standard quality of that region. സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു റീജിയന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് അവിടെ ആ സോഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൺട്രോൾ ചെയ്യാനും പറ്റും അവിടെ നിന്നുള്ള എമിഷൻ ഒക്കെ. ഇപ്പോൾ ഒരു ഫാക്ടറിയാണ്, അവിടെ നിന്നൊക്കെ എന്തായാലും സ്മോക്കുകളും അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്യാഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ എമിറ്റ് ചെയ്യും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇറ്റ് ഓൾസോ കോസസ് എയർ പൊല്യൂഷൻ. പക്ഷെ അതൊരു സ്റ്റേഷനറി ആയതുകൊണ്ട് തന്നെ, അതൊരു സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കൺട്രോൾ അവിടെയുള്ള സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് എത്രത്തോളം അവിടെ എമിഷൻ പോസിബിൾ ആണ്, അതിന്റെ ചുറ്റുവട്ടത്തും എന്താണ് ഈ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടോ, ഓക്കെ, അവരുടെ ഒരു ഡെൻസിറ്റിയും പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഒക്കെ അനുസരിച്ച്, അതല്ല വിജനമായ ഒരു സ്ഥലത്താണോ, ഓക്കെ, അങ്ങനെ ഒരു ഡെസേർട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഉള്ള ആ ലൊക്കേഷൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്രത്തോളം എമിഷൻ വരാം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു സ്റ്റേഷനറി സോഴ്സിന്റെ കേസ് ആണെങ്കിൽ അല്ലേ. ഇനി നെക്സ്റ്റ് വേണം എന്താ, മൊബൈൽ ആയിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ എന്താ, ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ അതെന്താണ്, മൊബൈലാണ്, ഇറ്റ് ഈസ് മൂവിങ് അല്ലേ. സോ പൊല്യൂഷൻ ഫ്രം ദ മൊബൈൽ സോഴ്സ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. അങ്ങനെ മൂവിങ് ആയിട്ടുള്ള ഒരു സോഴ്സ് എന്നുള്ള പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഡിഫിക്കൽട്ട് ആണ് കൺട്രോൾ ചെയ്യാൻ അല്ലേ. ഹൗവർ their quantities can be greatly reduced by improving engine design and proper maintenance of the automobiles. എന്താണ്, നമ്മൾ ഓട്ടോമൊബൈലിന്റെ എഞ്ചിനൊക്കെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യും, അതുപോലെ പ്രോപ്പർ മെയിൻ്റനൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റിഡ്യൂസ് ദ ക്വാണ്ടിറ്റീസ്, ആ എമിഷന്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാം അല്ലേ. അതല്ലാണ്ട് ഉള്ള കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ് ഇൻ ദ കേസ് ഓഫ് മൊബൈൽ സോഴ്സസ് അല്ലെങ്കിൽ മൂവിങ് സോഴ്സസ്. ഓക്കെ, അപ്പൊ അതാണ് പൊല്യൂഷന്റെ സോഴ്സസ് നമുക്ക് രണ്ട് രീതിയിൽ, സ്റ്റേഷനറി അല്ലെങ്കിൽ മൊബൈൽ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൊല്യൂട്ടൻസ്. നമ്മളിപ്പോൾ പൊല്യൂഷന്റെ സോഴ്സസിനെയാണ് രണ്ടായിട്ട്, സ്റ്റേഷനറി അല്ലെങ്കിൽ മൊബൈൽ എന്ന് പറഞ്ഞത്. ഇനി പൊല്യൂട്ടന്റുകൾ അല്ലെങ്കിൽ കണ്ടാമിനൻസ് വിച്ച് വിൽ കോസ് ദ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന, എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നതാണ് എയർ പൊല്യൂട്ടൻസ്. അങ്ങനെയുള്ള എയർ പൊല്യൂട്ടൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി പൊല്യൂട്ടൻസ് ആസ് വെൽ ആസ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. സോ വാട്ട് ആർ പ്രൈമറി പൊല്യൂട്ടൻസ്? We can define the primary pollutant as pollutants released into the environment as a result of some natural or human activity. എന്തെങ്കിലും ഹ്യൂമൻ ആക്ടിവിറ്റി കാരണോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സ് കാരണോ ഡയറക്റ്റ് ആയിട്ട് എൻവയോൺമെന്റിലേക്ക് റിലീസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ്, അതാണ് പ്രൈമറി പൊല്യൂട്ടൻസ്. ഓക്കെ, ദേ ആർ ഡയറക്ട്ലി റിലീസ്ഡ് ഇൻ ടു ദ എൻവയോൺമെന്റ്. ഇറ്റ് മേ ബി ആസ് എ റിസൾട്ട് ഓഫ് നാച്ചുറൽ പ്രോസസ് ഓർ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണമായിരിക്കാം. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് എയർ പൊല്യൂട്ടൻസ്, സോറി പ്രൈമറി പൊല്യൂട്ടൻസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫറിൻ്റെ ഓക്സൈഡ്സ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ഒക്കെ എന്താണ്, പ്രൈമറി പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ ആണ്. ഇനി വാട്ട് ഈസ് സെക്കൻഡറി പൊല്യൂട്ടൻസ്? സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ എന്താ, pollutants formed by the chemical interaction of primary pollutants with atmospheric gases and moisture. ഓക്കെ, ഓഫൻ കാറ്റലൈസ്ഡ് ബൈ സൺലൈറ്റ്. എന്താണ് പ്രൈമറി പൊല്യൂട്ടൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി പൊല്യൂട്ടൻസ് വിച്ച് എന്താണ്, വിച്ച് കീപ്സ് ആൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ. അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസോ അല്ലെങ്കിൽ മോയ്സ്ചറൊക്കെ തമ്മിൽ ആയിട്ട് ഒരു എന്താണ് കെമിക്കൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ദീസ് പ്രൈമറി പൊല്യൂട്ടൻസ് വിൽ റിയാക്ട് വിത്ത് ദ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആസ് വെൽ ആസ് ദ മോയ്സ്ചർ. അതുപോലെ ആ ഒരു പ്രോസസ്സ് ചിലപ്പോൾ ഈവൻ കാറ്റലൈസ്ഡ് ബൈ സൺലൈറ്റിന്റെ പ്രസൻസിൽ ചിലപ്പോൾ ആ ഒരു പ്രോസസ്സ് പെട്ടെന്ന് നടക്കും. ഓക്കെ, അത് സൺലൈറ്റ് അവിടെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്, സെക്കൻഡറി പൊല്യൂട്ടൻസ്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്റ്റ് എമിഷൻ വരുന്നതാണ് പ്രൈമറി പൊല്യൂട്ടൻസ്. And these primary pollutants when it combine with or when it give a chemical reaction with the atmospheric gases as well as moisture, we can call അങ്ങനെ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റിനെ we can call it as secondary pollutants. അതിന് എക്സാമ്പിൾ ആണ് സൾഫ്യൂരിക് ആസിഡ്, ഓസോൺ, നൈട്രിക് ആസിഡ്, പാൻ. പാൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ ഒരു കമ്പോണന്റ് ആണ്. പാൻ എന്ന് പറഞ്ഞാൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്. അത് ശരിക്കും ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസിന്റെ ഒരു എന്താണ് ഒരു കമ്പോണന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതൊക്കെയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. ഓക്കെ,
ഇനി നമുക്ക് നോക്കാനുള്ളത് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് പൊല്യൂഷൻ ഉണ്ടാവുന്നത്, എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കിയത് അല്ലെ. സോ നമ്മൾ എന്താണ് ടോട്ടൽ എൻവയോൺമെന്റൽ പൊല്യൂഷനിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്, വാട്ട് ആർ ദ സോഴ്സസ്, എന്തൊക്കെയാണ് ആ സോഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ആൻഡ് പൊല്യൂട്ടൻസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഹ്യൂമൻസിനെയോ പ്ലാന്റിനെയോ അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെയൊക്കെ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുക. ഓക്കെ.